പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഭഗത് മാനുവൽ, ഷർഫുദ്ദീൻ, ഡയറക്ടർ പ്രണേഷ് വിജയ് ആൻഡ് സിറാജ്. വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സോങ് റിലീസായത് കണ്ടു, ട്രെയിലർ കണ്ടു. സോ ടു ദ ഡയറക്ടർ, ചേട്ടാ ഡിഫറെൻറ്റ് മൂഡാണ്. അതായത് പാട്ട് രണ്ടെണ്ണം കണ്ടപ്പോൾ കുറച്ചൊരു ഒരു കോമഡി, ഒരു മിക്സ് ജോണറും തോന്നി. ട്രെയിലർ വേറൊരു മൂഡിലാണ് എടുത്തത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്താണ്? ഇതൊരു ടോട്ടൽ ഫൺ എന്റർടൈൻമെന്റ് ഒരു പരിപാടിയാണ്. ഫുൾ പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഒരു മറ്റേ ഫണ്ണും ഉണ്ട്, ചെറുതായിട്ടുള്ള ആക്ഷനും ഉണ്ട്, മറ്റേ ചെറുതായിട്ടൊരു അന്വേഷണം ഉണ്ട്. എന്താ ഒരു ടോട്ടൽ പാക്കേജ് മൂവി എന്ന് തന്നെ പറയാം. ഓക്കെ, ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ചേട്ടൻ ഒരുപാട് കോമഡി സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു മൂവി ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, ഈ സിനിമ നല്ല എന്താ പറയുക എന്റർടൈനർ ആയിട്ട് ഒരു ഫൺ സിനിമ, കംപ്ലീറ്റ്ലി ഒന്നും എടുത്ത് അതിൽ വേണ്ട എന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു എന്താ പറയുക അത്രമാത്രം എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കോമഡി മാത്രമല്ല, അതിൽ കുഞ്ഞ് ആക്ഷൻസ് ഉണ്ട്, കുഞ്ഞ് ത്രില്ലിംഗ് മൂമെന്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ രീതിയിലും രസകരമായൊരു ഫുൾ പാക്കേജ് സിനിമ. ഇപ്പൊ പ്രണീഷ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് കുറെ കാലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരു സിനിമയായിട്ട് ഇരിക്കുമായിരുന്നു. അത് പിന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സിനിമ വേറൊരു പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അങ്ങനെ ആ പ്രൊഡ്യൂസർ കുറെ നാളങ്ങനെ നമ്മൾ അതുമായിട്ട് നിന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തില് അതിൽ ഒരു മാറ്റം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ, ഭഗത് ചേട്ടൻ്റെ റോൾ എന്താണ് സിനിമയിൽ? ക്യാരക്ടർ എന്താണ്? എന്നെ ഷർഫ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ട്, ഒന്ന് പാടാന്ന് പറഞ്ഞു. അവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഞാനപ്പോൾ പറഞ്ഞു ശരിയാണ്, ഞാൻ വന്നേക്കാറുണ്ട് ചെയ്തു. ഞാനും തൃപ്തനാണ്, അവനും തൃപ്തനാണ്. ക്യാരക്ടർ എന്ത് ചേട്ടാ? ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാനൊന്നും പറയാനില്ല. അത് ഭയങ്കര സസ്പെൻസ്, ക്യാമിയോ അങ്ങനെയൊന്നുമല്ല. ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ നമ്മളിത് ആര് ചെയ്യുന്ന ആലോചിച്ചപ്പോ എന്റെ അടുത്ത് ഷറഫ് ചോദിച്ചത് ഭഗത്തിനെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു ഭഗത്തിനെ വിളിച്ച് വന്നാൽ നല്ല സന്തോഷമായിരിക്കും. അപ്പൊ തന്നെ വിളിച്ചു, അപ്പൊ തന്നെ വന്നു. അപ്പൊ ഫ്രീ ആണ്, ഇന്ന് ഫ്രീ ആണ്, നാളെ ഫ്രീ ആണെന്ന് പറഞ്ഞ പോലെ അല്ലേ? ഈ ക്യാരക്ടർ വേറെ രീതിയിലായിരുന്നു ഇതിന്റെ ഡിസൈൻ. നല്ല പ്രായമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു അതിന്. അത് പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്തു. കാരണം അതിന്റെ ഒരു സ്വഭാവം ഒന്ന് മാറ്റി പിടിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്താ പറയാ ഒന്നുമില്ല ശരിയൊന്നും. എന്നോടൊരു അക്ഷരം മിണ്ടരുത് കേട്ട് ഇവരെടുത്ത് മൊത്തം പറയാനുള്ളത് ഒരു ഫ്ലോയില് വരും. അതെ, അത് ഞാൻ മിണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ സിറാജ് ചേട്ടന്റെ ക്യാരക്ടർ അത് പറയാൻ പറ്റുന്ന ക്യാരക്ടറാണോ? അത് ഞാൻ എങ്ങനെ ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഭയങ്കര സീരിയസ് സ്വഭാവമുള്ള ഒരു പ്രോജക്ട്സുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനൊരു മുഴുനീള ഫൺ സിനിമ അല്ലെ അത്ര ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയിൽ ഭാഗമാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഷറഫക്കാട് അവിടുന്ന് കോൾ വരുന്നു ഫുൾ അപ്പൊ എനിക്ക് തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഒരു ഫൺ മൂവി ആയിരിക്കും. അപ്പൊ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നേരെ കയറി ഈ പറഞ്ഞ പോലെ എനിക്കും കുറച്ച് ഡേയ്സ് എനിക്കും ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു. ഇതില് ഒരു കാര്യം ഇപ്പൊ ഭഗത്ത് വന്ന സിറാജ് വന്ന പോലെ ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ്. കുറച്ച് ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ടെക്നിക്കലി ചെയ്യാൻ സാധ്യത കുറവായിട്ടുള്ള ക്യാരക്ടർ. ഇപ്പൊ സിറാജൊക്കെ അത് വന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ ഭാഗത്ത് വരുന്നതൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ വലുതായിട്ട് നിൽക്കുന്നത്. അതാണ് അതിന്റെ സന്തോഷം. അപ്പൊ നമുക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഒരു ഇച്ചിരി നല്ല രസമുള്ള കാസ്റ്റിംഗ് എല്ലാവരും അത്ര നല്ല രസമുള്ള കാസ്റ്റിംഗ് ഉണ്ടാവണം സിനിമയുടെ അകത്തുനിന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവരൊക്കെ ഒന്ന് വിളിച്ചു നോക്കുന്നു. അങ്ങനെ ഇവരൊക്കെ വരാൻ റെഡി ആവുന്നതാണ്. ഓക്കെ, ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ തന്നെ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു അല്ലേ? ഞാൻ ഒട്ടുമിക്കരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചേട്ടൻ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അത് എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വന്നിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് എങ്ങനെയാ പെറ്റ് ഡിറ്റക്റ്റീവ് പേരാണെങ്കിലും ഒക്കെ ഒരു റയർ ഈ പേര് ഇത്ര സ്പീഡിൽ പറഞ്ഞു ഈസി ആയി. കേൾക്കുന്നവർക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തായിരുന്നു ഇന്നലെ. പറഞ്ഞു അല്ല, ഷറഫ് കൊണ്ട് തന്ന പേരാണ് ആക്ച്വലി ഇത്. ആണോ? ഷറഫ് ചേട്ടാ കാസ്റ്റിംഗ് ആൾക്കാരെ ഒപ്പിച്ചു കൊടുത്തത് ചേട്ടൻ, പ്രൊഡ്യൂസ് ചെയ്തത് ചേട്ടൻ, പേര് കൊണ്ടുവന്ന ചേട്ടൻ, എല്ലാം ചേട്ടൻ. പേരിന്നാണ് ഈ പടം മൊത്തം ഉണ്ടാവുന്നത്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ കുറെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ
ഫ്രണ്ടിന്റെ ഒരു പെറ്റ് മിസ്സാവുകയും ആ മിസ്സാവലിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു 2 ദിവസം അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അതിനൊടുവിൽ ആ പെറ്റിനെ കിട്ടുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഞങ്ങൾ രണ്ടുപേരും പിന്നീട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ പെട്ടെന്നല്ലേ നമ്മൾ രാത്രി സമയത്ത് എടാ പെറ്റ് ഡിറ്റക്റ്റീവ് നല്ല ടൈറ്റിൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കഥ ഉണ്ടാക്കി, പിന്നെ ഡിസ്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത്, പിന്നെ അതിനെ ഡിസൈൻ ചെയ്ത് അതിലേക്ക് വന്ന് ഇപ്പൊ ആനന്ദ് സി ചന്ദ്രൻ, അഭിനവ് സുന്ദർ നായക്, രാജേഷ് മുരുകൻ ഇവരൊക്കെ വരുന്നതോടുകൂടി ആ ഒരു പരിപാടി അങ്ങ് വലുതായി ഗംഭീരമാവുക. നിങ്ങൾ കുറെ ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞത് കാരണം ചിലപ്പോ ഇനി ചോദിച്ചോന്ന് അറിയത്തില്ല. ചോദിച്ചെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിച്ചോ. എനിക്ക് ചോദ്യം വരെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും 10 വർഷത്തിന് ശേഷം മേരിയും ഗിരിരാജൻ കുഴിയാതാണോ? അയ്യോ അതല്ല. അയ്യോ, ആ ചോദ്യം എന്റെ കയ്യിൽ ഇല്ല കേട്ടോ. പക്ഷെ അത് വേറൊരു സാധനം എന്റെ കയ്യിലുണ്ട്, ഒരു സെറ്റ് സാധനം ഉണ്ട്. അത് ഞാൻ കുറച്ച് ചോദിക്കാം. ഇപ്പം ചേട്ടൻ നേരത്തെ ഒരു പെറ്റിന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ഒരു പെറ്റ് ഉണ്ടായിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റോ ഒരു ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നമ്മുടെ പെറ്റ് ആവണം എന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? എന്റെ ജീവിതത്തില് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ പെറ്റാണ് എന്നെ കൊണ്ടൊരു സിനിമ. ഓക്കെ, വേറെ നിങ്ങളുടെ വീട്ടില് പപ്പയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ വയ്യാണ്ടായി പോയിട്ടുണ്ട്. കാരണം ആള് കപ്പയും ഇറച്ചിയൊക്കെ കഴിച്ചിട്ടേ മറ്റേ പെഡിഗ്രി കയറുന്ന പട്ടി കപ്പ ഇറച്ചിയും കൊടുത്തു. പപ്പ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാളി. പപ്പ വിചാരിച്ച ആൾ തീർത്തു. അപ്പയ്ക്ക് അറ്റാക്ക് പോലെ വന്ന് പിറ്റേ ദിവസം പപ്പ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഞാൻ പട്ടിനെ കൊടുത്തു. അപ്പൊ വിഷമാവത്തില്ലേ? എന്തിനാ, എനിക്ക് എന്റെ അപ്പനല്ലേ വലുത്. ഓക്കെ, സുരാജേട്ടാ, അതായത് സുരാജേട്ടൻ ഇതുവരെ അഭിനയിച്ച സിനിമകൾ എടുക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളി സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് എത്തുന്നു, നല്ല അടിപൊളി കാസ്റ്റാണ്. അപ്പോൾ സിനിമയാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ യൂണിവേഴ്സ് നമുക്കിങ്ങനെ അലൈൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുതരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ ആണെങ്കിലും അതിലോട്ട് വന്നു ചേരുന്നു എന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അത് സന്തോഷമാണ്. ഇപ്പൊ ഈ പെറ്റ് ഡിറ്റക്റ്റീവിൽ വന്നപ്പോഴും ഇത്രയും കാസ്റ്റിന്റെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാര്യം. ഇതുപോലൊരു ഫൺ മൂവി, ത്രൂ ഔട്ട് ഫൺ മൂവിയിൽ ഒരു ഭാഗമാകണം, ചെറുതാണെങ്കിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ കോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. ഓക്കെ, രാജേഷ് മുരുകേശൻ മ്യൂസിക്കിലാണ്. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രേമത്തിലാണെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു പഞ്ചുണ്ട് ക്യാരക്ടർ വരുമ്പോൾ, ഇപ്പൊ പല്ലിക്കട്ടിക്കണ ആ സാധനമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ഭാഗമാവാൻ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബീജം സെറ്റ് സാധനമൊക്കെ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്നൊക്കെ ചേട്ടൻ ആലോചിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് അല്ലേ ശരിക്കും നേരമാണെങ്കിലും പ്രേമമാണെങ്കിലും എല്ലാം ആളുടെ മ്യൂസിക്കിലല്ലേ നമ്മള് ഇന്നായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി രാജേഷ് മുരുകേശൻ എൻ്റെ പടത്തിൽ മ്യൂസിക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഞാൻ രാജേഷിനെ അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം രാജേഷ് കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ്. രാജേഷ് ഒന്ന് മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പുള്ളി ചെയ്യുന്ന മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷനും ഇല്ല. രാജേഷ് തരുന്നത് മേടിക്കില്ലല്ല, നമ്മൾ വേറൊന്നും അതിൽ കംഫോർട്ടാണ് പുള്ളിയുടെ.